സ്വർണ്ണക്കള്ളനെന്ന് വിളിക്കാതിരിക്കാമോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകനോട് കടകംപള്ളി സുരേന്ദ്രൻ. മാനനഷ്ട കേസിലെ കോടതി നടപടികൾക്കിടെയായിരുന്നു അഭ്യർത്ഥന. വിശദാംശങ്ങൾ BL അരുൺ നൽകും. അരുൺ, ഈ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദത്തിനിടെയായിരുന്നു കടകംപള്ളിയുടെ ഈ അഭ്യർത്ഥന. 10 ലക്ഷം രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെതിരെ നൽകിയ ഒരു മാനനഷ്ട കേസ് തിരുവനന്തപുരം സബ് കോടതി പരിഗണിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷ നേതാവ് അതിന് മറുപടിയൊക്കെ തന്നെ നൽകിയിരുന്നതാണ്. തന്റെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് താൻ പറഞ്ഞത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇന്ന് കടകംപള്ളിയുടെ ഒരു അഭ്യർത്ഥന, അതായത് ഈ സ്വർണ്ണക്കള്ളൻ അല്ല അയ്യപ്പന്റെ സ്വർണം കട്ടവനെന്ന ആ ഒരു പരാമർശം പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ ഉയർത്തുന്നത് അത് ഒഴിവാക്കാമോ എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രന്റെ അഭിഭാഷകൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകനോട് ആരാഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞത് അത് പ്രതിപക്ഷ നേതാവിനോട് പറയാം, കാരണം അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അടുത്ത 2 ദിവസം കഴിഞ്ഞ് അത് കേസ് പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം പറയാമെന്നുള്ളതാണ്. ഇവിടെ കൗതുകം, ഈ സ്വർണ്ണക്കള്ളൻ അല്ലെങ്കിൽ സ്വർണം കട്ടവനെന്ന് പ്രതിപക്ഷ നേതാവിനോട് തന്നോട് വിളിക്കാതിരിക്കാമോ എന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി ആരായുന്നതിൽ പല രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും PS പ്രശാന്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീളുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വന്നാൽ അടുത്ത അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലായിരിക്കും എന്നൊരു സംശയമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് അത് കൊള്ളാലോ. പ്രതിപക്ഷ നേതാവിനെതിരെ മാസ് കാണിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസുമായിട്ട് കോടതിയിൽ പോയ വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ആ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ വക്കീലിനോട് പറയുന്നത്, അയ്യന്റെ പൊന്ന് കട്ടവന് സ്വർണം കൊള്ളയടിച്ചവന് ശബരിമലയിലെ പൊന്ന് കട്ടവന് പ്ലീസ് അങ്ങനെ വിളിക്കാതെ ഇരിക്കാമോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഈ കടകംപള്ളിക്ക് വല്ല അറിവുമുണ്ടോ? സതീശൻ കോൺഗ്രസിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ വക്കീലായിരുന്നു സതീശൻ. ആ സതീശന് നിയമങ്ങൾ എന്താണെന്ന് കടകംപള്ളി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് കള്ളനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് കാല് പിടിച്ചിട്ട് ചോദിക്കുന്നത്, അല്ലാതെ കള്ളനെന്ന് വിളിച്ചതിന് വീണ്ടും മാനനഷ്ട കേസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണോ? സതീശൻ പറഞ്ഞതിന് മാനനഷ്ട കേസ് കൊടുക്കാൻ പോയതാ. എന്നിട്ട് കോടതിയുടെ മുന്നിൽ വെച്ചിട്ട് സതീശന്റെ വക്കീലിനോട് ചോദിക്കുക, കള്ളനെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന്. എന്നാ പിന്നെ സതീശൻ കള്ളനെന്ന് വിളിച്ചു എന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു മാനനഷ്ട കേസ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്നാ ഈ പറയുന്ന കടകംപള്ളി അതല്ല ചെയ്തത്. കടകംപള്ളിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താ കാര്യം മനസ്സിലായത്? ഇപ്പൊ മുരാരി ബാബു പറഞ്ഞതനുസരിച്ച് PS പ്രശാന്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥർ PS പ്രശാന്തിനും കുടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഊഴം കടകംപള്ളിയുടേതാണ്. സഖാക്കളാണ് അയ്യപ്പ, കടകംപള്ളിയാണ് അയ്യപ്പ, പത്മകുമാറാണ് അയ്യപ്പ, മുരാരി ബാബുവാണ് അയ്യപ്പ, N വാസുവാണ് അയ്യപ്പ, PS പ്രശാന്താണ് അയ്യപ്പ. സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. വീണ്ടും പറയേണ്ടി വരികയാ. അപ്പോ കടകംപള്ളി ചോദിക്കുന്നത്, ആ സ്വർണ്ണ കള്ളൻ എന്നുള്ള വിളിയൊന്ന് നിർത്താൻ പറ്റുവാ എന്നാണ് ചോദിക്കുന്നത്. സ്വർണ്ണക്കള്ളൻ എന്നുള്ള വിളി ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് അപേക്ഷയാണ്, കാലു പിടിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ വക്കീൽ പറഞ്ഞു, അതിലൊന്നും എനിക്കിവിടെ ഒന്നും പറയാൻ പറ്റൂല. ഞാന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിട്ട് പറയാ, അടുത്ത തവണ കോടതിയിൽ വരുമ്പോ പറയാ കാര്യങ്ങള് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വക്കീല് പറയുന്നത്. കാര്യങ്ങള് കുറച്ചൊന്നുമല്ല, വ്യക്തമായിട്ട് മറനീക്കി പുറത്തേക്ക് വരികയാണ്. സഖാക്കള് തന്നെയാണ് കെട്ടത്. അതാണ് ഇപ്പൊ സഖാക്കളെ ഇത്രയധികം ഹാലിളക്കുന്നത്. ജനമെന്ന് ഏറ്റുവിളിച്ചു പറയുകയാണ്, ഉറക്കെ അതിലുച്ചത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം വിളിച്ചു പറയുകയാ. അത് കേൾക്കുമ്പോ സഖാക്കൾക്ക് ഹാലിടുകയാ. എന്താ ചെയ്യേണ്ടത്? ഒരു കേസ് കൊടുക്കാം നമുക്ക്. എന്താ കേസ്? ആ പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാം. അപ്പൊ കേസും കൊണ്ടാൻ വേണ്ടിയാക്കുമ്പോ ആരും ആ പാട്ട് പാടൂല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പാട്ട് പാടിയില്ലെങ്കിലും സഖാക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിച്ചോ? ഇത് ഉച്ചത്തിൽ അതിലും ഉറക്കെ വിളിച്ചു പറയാൻ തന്നെയാണ് തീരുമാനം. സഖാക്കളാണ് അയ്യപ്പ, സ്വർണ്ണ കള്ളന്മാരാണ് അയ്യപ്പ, ശബരിമലയിലെ അമ്പലം വിഴുകികളാണ് അയ്യപ്പ, സ്വർണ്ണ കൊള്ളക്കാരാണ് അയ്യപ്പ. വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്. കോടതിക്ക് മുന്നില് കടകംപള്ളിയെ സ്വർണ്ണ കള്ളൻ എന്ന് പ്രതിപക്ഷ നേതാവിന് വിളിക്കാൻ, അത് ഞങ്ങൾക്ക് വിളിച്ചു തരാൻ പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ പിന്നിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾ 10,000 ആളുകളുണ്ട് എന്നുള്ളത് സഖാക്കൾ മനസ്സിലാക്കിക്കോ, കടകംപള്ളി മനസ്സിലാക്കിക്കോ. എന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് കൊടുത്ത ഈ പറയുന്ന കടകംപള്ളി
എന്തേ ആ കടകംപള്ളി സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കുമ്പോ അങ്ങനെ വിളിക്കാതിരിക്കാമോ എന്ന് കാല് പിടിച്ച് കരയുന്നതിന് പകരം ഒരു മാനനഷ്ട കേസും കൂടി കൊടുക്കുന്നേ പ്രതിപക്ഷ നേതാവിനെതിരെ? അതല്ല ചെയ്യേണ്ടത്. ഒരു മാനനഷ്ട കേസ് കൂടി കൊടുക്കണം. സ്വർണ്ണക്കള്ളൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസ്. ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ? ഒരു വ്യവസായിക്ക് വിറ്റു, ആ വ്യവസായിയെ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇപ്പോ ഒരു വലിയ ഈ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ പല ചർച്ചകൾക്കിടയിൽ നമ്മൾ കേൾക്കാതെ പോയ ഒരു കാര്യമുണ്ട്. എന്താണ്? രമേശ് ചെന്നിത്തല പോയിട്ട് SIT മുന്നിൽ മൊഴി നൽകിയിരിക്കുകയാണ്. വ്യവസായിയെ കുറിച്ചും രമേശ് ചെന്നിത്തലക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചും. 500 കോടിയുടെ ഇന്റർനാഷണൽ വിഗ്രഹ കടത്ത് നടന്നു എന്നാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോ SIT എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായിയെ വിളിച്ചു. വാ മോനെ, വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഈ വ്യവസായി പറഞ്ഞത് എന്താണെന്നറിയോ? രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്തായി? ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് പറഞ്ഞത് കടകംപള്ളിക്ക് അറിയാതാ പറഞ്ഞത്. കടകംപള്ളിക്ക് അറിയാന്ന് പറഞ്ഞതിനാണ് കടകംപള്ളി മാനനഷ്ട കേസ് കൊടുത്തത്. ആ മാനനഷ്ട കേസ് ചർച്ച ചെയ്യുമ്പോഴാണ്, കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കുമ്പോഴാണ് സ്വർണ്ണക്കള്ളൻ എന്ന് വിളിച്ചത്. സ്വർണ്ണക്കള്ളൻ എന്ന് വിളിച്ചപ്പോ എന്നാ പിന്നെ അതിന് അത്ര വലിയ കുണ്ടിയിൽ തീട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്വർണ്ണക്കള്ളൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. അതല്ലേ കടകംപള്ളി ചെയ്യേണ്ടത്. അതിന് പകരം എന്താ കടകംപള്ളി ചെയ്തത്? പ്രതിപക്ഷ നേതാവിന്റെ കാല് പിടിക്കുകയാണ്. അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലടോ. കട്ടത് സഖാക്കള് തന്നെയാ. അയ്യന്റെ പൊണ്ണ് കട്ടത് ആരപ്പ? സഖാക്കളാണ്. അയ്യപ്പ പത്മകുമാറാണ് അയ്യപ്പ, മുരാരി ബാബുവാണ് അയ്യപ്പ, N വാസുവാണ് അയ്യപ്പ. ഇവര് കട്ടു എന്ന് മാത്രമാണോ? ഇവര് മതവികാരത്തെ വ്രണപ്പെടുത്തിയവരാണ്, അയ്യനെ അധിക്ഷേപിച്ചവരാണ്, അയ്യനെ അപമാനിച്ചവരാണ്, അയ്യന്റെ പൊന്നു കട്ടവരാണ്, ശബരിമലയെ കളങ്കപ്പെടുത്തിയവരാണ്, ശബരിമലയിലെ സന്നിധാനത്തെ കൊള്ളയടിച്ചവരാണ്, അയ്യന്റെ പൊന്നു കൊള്ളയടിച്ചവരാണ്. എന്നിട്ട് ആ അയ്യന്റെ പൊന്നാണെന്നുള്ള ബ്രാൻഡ് വാല്യൂ വെച്ച് കോടികൾ നക്കിയവരാണ്. ഇപ്പൊ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 500 കോടിക്ക് മുകളിലാണ് ഈ ഇടപാടിന്റെ തുക എന്ന് പറയുന്നത്. 500 കോടിക്ക് മുകളില്. 4 കിലോ സ്വർണത്തിന്റെ വില 500 കോടിയല്ല, എത്രയോ താഴെയാണ് 4 കിലോ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത്. പക്ഷേ അത് അയ്യന്റെ പൊന്നാണെന്നുള്ള ബ്രാൻഡ് വാല്യൂ, ആ ബ്രാൻഡിനാണ് പ്രൈസ്. ആ ബ്രാൻഡ് വാല്യൂ 500 കോടിക്ക് മുകളിലാണ്. അതാണ് നടന്നിരിക്കുന്നത് ശബരിമലയില്. നടത്തിയതാരാ? സഖാക്കളാണ്. നടത്തിയതാരാ? മുരാരി ബാബുവാണ്. നടത്തിയതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നടത്തിയതാരാ? N വാസുവാണ്. നടത്തിയതാരാ? A പത്മകുമാറാണ്. ഇനി വരുന്നത് PS പ്രശാന്താണ്. ഇനിയും ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥര് പതുക്കെ ഒരു ബ്രേക്ക് ഇട്ടതായിരുന്നു. എന്തിനാ ബ്രേക്ക്? തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ജനം ഒന്നടങ്കം കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട് പിണറായി വിജയന്റെ മുഖത്ത്, സഖാക്കളുടെ മുഖത്ത്. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത് ഇപ്പൊ നമുക്കൊരു ധൈര്യമായിട്ടുണ്ട്, ഇനി നമുക്ക് എവിടെയും കയറി ചെല്ലാം. ജനം തന്നെ ഒന്നടങ്കം സഖാക്കളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോ നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? PS പ്രശാന്തിനെ കുടയാൻ പോവുകയാണ്. PS പ്രശാന്തിന് ആരുടെ പേര് പറയും? അതാണ് കടകംപള്ളി കോടതിയിൽ പറയുന്നത്. എന്റെ പേര് പറയാതിരിക്കാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? സതീശൻ എന്താ പറഞ്ഞത്? എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താനത് പറഞ്ഞത് എന്നാ. അത് തെളിയിക്കുകയും ചെയ്യും VD സതീശൻ. ഇപ്പൊ ഇവിടെ എന്താ ഒരു കാര്യം വരാൻ പോകുന്നത് എന്ന് അറിയാമോ? ഇവിടെ ഇനി മുരാരി ബാബുവും വാസുവും പത്മകുമാറും പ്രശാന്തും ഒന്നും പറയേണ്ടി വരില്ല. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ സ്ഥാപിക്കും, ഈ അയ്യന്റെ പൊന്ന് കട്ടത് കടകംപള്ളിയാണ് അയ്യപ്പ എന്നാ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വയം കുഴി തോണ്ടിയത് ആരാ? കടകംപള്ളിയാ. കടകംപള്ളി ഈ പറയുന്ന മാനനഷ്ട കേസുമായി പോയത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഈ തെളിവുകളൊക്കെ വാരി വലിച്ച് പുറത്തിടേണ്ടി വരുന്നത്. അല്ലേ? പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് എന്ന്. ആ ബോധ്യം എന്താണെന്ന് കോടതി ചോദിക്കുമ്പോൾ തെളിവുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. ഇപ്പൊ എന്താകും? മുരാരി ബാബുവും പത്മകുമാറൊന്നും കടകംപള്ളിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് പറയും, അതിനുള്ള തെളിവും വെക്കും.
അപ്പൊ എന്താക്കും? കോടതി വിളിച്ച് തൂക്കി അകത്തിടും. ആരെ? കടകംപള്ളിയെ അകത്തിടും, പ്രതിപക്ഷ നേതാവിനെ അല്ല. അതാണ് ഇപ്പൊ കടകംപള്ളിക്ക് ആ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാ. അപ്പൊ കടകംപള്ളി ഒന്ന് ലൈന് മാറ്റി ചവിട്ടി. എന്ത്? ഒന്ന് കാല് പിടിച്ച് കരഞ്ഞു നോക്കാം. ആരത്? പ്രതിപക്ഷ നേതാവിന്റെ. എന്താ പറയേണ്ടത്? ദയവ് ചെയ്ത് എന്റെ കാര്യം, എന്റെ പേര് പറയരുത്, സ്വർണ്ണക്കള്ളനെന്ന് വിളിക്കരുത്, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ സ്വർണ്ണക്കള്ളനെന്ന് വിളിക്കരുത്, എന്നെ വിളിക്കരുത്. അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുക നേതാവേ, അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുക? കരയണ്ട കടകംപള്ളി, അനുഭവിച്ചിട്ടേ തീരുകയുള്ളൂ. അല്ലാതെ കാലം പകരം ചോദിക്കാതെ ഇത് കടന്നു പോകില്ല. കാരണം അയ്യന്റെ പൊന്നാണ് കട്ടത്. മതത്തെയും മതവികാരത്തെയും വ്രണപ്പെടുത്തിയത് സഖാക്കളാണ്. അയ്യനെയും ശബരിമലയും അധിക്ഷേപിച്ചതും പരിഹസിച്ചതും അപമാനിച്ചതും സഖാക്കളാണ്. ഒരു ഉളുപ്പുമില്ലാതെ കരുവന്നൂരിലെ പാവങ്ങളെ പറ്റിച്ചതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ അയ്യന്റെ പൊന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയി തിന്നതും സഖാക്കളാണ്. 500 കോടി, ആ കോടി എവിടെ പോയി? 500 കോടിയുടെ ഇടപാടാണെന്ന് ആര് പറയുന്നു? വ്യവസായി പറയുന്നു. 500 കോടിയുടെ ഇടപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ആ വ്യവസായിയെ കടകംപള്ളിക്ക് അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, സതീശൻ പറഞ്ഞത്. ഇന്നലെ രമേശ് ചെന്നിത്തല മൊഴി നൽകി. ആ വ്യവസായിയുടെ പേരും ഡീറ്റെയിൽസും ഈ പറയുന്ന രമേശ് ചെന്നിത്തല SITക്ക് മുമ്പാകെ പറഞ്ഞു. അങ്ങനെ രമേശ് ചെന്നിത്തല SITയുടെ മുന്നിൽ രമേശ് ചെന്നിത്തല വ്യവസായിയുടെ പേര് പറഞ്ഞപ്പോ SIT പിടിച്ചു കുടഞ്ഞപ്പോ വ്യവസായി എല്ലാം തത്ത പറയും പോലെ പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഞെട്ടുന്നതാണ്. നിങ്ങൾ കണക്ക് കൂട്ടണ്ട. 4 കിലോ സ്വർണത്തിന്റെ വില 500 കോടി ആവില്ല, അതിനും എത്രയേ താഴെയാണ്. ഇവിടെ ബ്രാൻഡാണ് മുഖ്യം. അയ്യപ്പൻ എന്ന ബ്രാൻഡിനെയാണ് വെറ്റുതുലച്ചത്, കട്ടുമുടിച്ചത്, നക്കി വയറ് വീർപ്പിച്ചത് സഖാക്കളാണ് അയ്യപ്പ. അയ്യന്റെ പൊന്ന് കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. പത്മകുമാറാണ് അയ്യപ്പ, മുരാരി ബാബു ആണ് അയ്യപ്പ, വാസു ആണ് അയ്യപ്പ. അതുകൊണ്ട് അടുത്തത് നമ്മൾ പറയും കടകംപള്ളിയാണ് അയ്യപ്പ എന്ന്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ തെളിയിക്കാൻ പോകുന്നത്. മാനനഷ്ട കേസുമായി പോയിട്ട് പ്രതിപക്ഷ നേതാവിനെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് കടകംപള്ളി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് കടകംപള്ളി അഴി എണ്ണേണ്ടി വരും. അയ്യന്റെ പൊന്ന് കട്ടതിന് ജനം പകരം ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.